ഹലോ, അപ്പോൾ നമുക്ക് തീയലുണ്ടാക്കാം. അതിനു വേണ്ടി ഒരു വഴുതനങ്ങ, 2 പച്ചമുളക്, ഒരു പൊട്ടറ്റോ, കുറച്ച് കൊച്ചുള്ളി, ഒരു പടവലങ്ങയുടെ കുറച്ച് ഭാഗം, വെണ്ടയ്ക്ക, തേങ്ങ, 3-4 കുരുമുളക്, പിന്നെ മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ വീതം, പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടത്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഓക്കെ, അതൊന്ന് നല്ല രീതിക്ക് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം, കരിഞ്ഞു പോകാൻ പാടില്ല. പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിക്ക് നമ്മൾ വഴറ്റി സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. ആ കടുകും വെളിച്ചെണ്ണയൊക്കെ എല്ലാ വെജിറ്റബിൾസിൻ്റെ ഭാഗത്തേക്കും എത്തുന്നോടം വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും, നമുക്കറിയാമല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ആവശ്യമായിട്ടുള്ള അത്രയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ശേഷം ഇത് കുറച്ചൊന്ന് വേകണം. അതിന് വേണ്ടിയിട്ട് നമ്മളതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം, എൻ്റെ വെജിറ്റബിൾസ് മുങ്ങിയിരിക്കുന്ന രീതിക്കുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പം അതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആദ്യമൊന്ന് കുക്ക് ചെയ്യിക്കാം. ഈ സമയം നമുക്ക് മറ്റൊരു പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, വലിയൊരു തേങ്ങയുടെ ഒരു മുറി ഭാഗം, അത് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വറുത്തെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കളർ വരില്ല. ഈ സമയം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും നല്ല രീതിക്ക് ഒരു ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല, കരിഞ്ഞ ചുവ വരും. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ പൊടികൾ, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ നല്ല രീതിക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയും ആ പൊടികളും കൂടി നന്നായിട്ട് മൂത്ത് വരണം. നല്ല മണമാണ് കേട്ടോ, ഈ സമയം നല്ലൊരു മണമാണ് മസാലകളുടെയും ഒക്കെ. ഇപ്പം നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല രീതിക്ക് ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയം അത് അരച്ചെടുത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്, അധികം വെള്ളമൊന്നും ചേർക്കാണ്ട്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ആ വെജിറ്റബിൾസിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പുളിയും കൂടി ചേർക്കണം. അപ്പോൾ പുളി കുറച്ച് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്, മറന്നുപോയി. അപ്പോൾ പുളി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് പുളി വെള്ളം ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് എടുക്കുന്നില്ല. പുളി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്കത്ര ഇഷ്ടമല്ല. പുളി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി പുളി ചേർക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ ബാക്കി വന്നിട്ടുള്ള അരച്ച അരപ്പെല്ലാം കൂടി ബാക്കി വന്നിട്ടുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത്, കാര്യം കഴിഞ്ഞു കേട്ടോ, ഇത്രയുള്ള കാര്യം, ഇനി കൂടുതൽ പരിപാടിയൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ റെഡിയായി, കറി റെഡി.